പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമനിസം ആൻഡ് ലോജിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ ബി ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ അരുൾ? അരുൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, തമിഴ് തത്വചിന്തയിൽ പ്രത്യേകിച്ച് തിരുക്കുറളിൽ അരുൾ എന്നാൽ സകല ജീവജാലങ്ങളോടുമുള്ള ഉപാധികളില്ലാത്ത സ്നേഹവും കാരുണ്യവുമാണ്. ഇത് കേവലം സ്നേഹത്തിനും അപ്പുറം എല്ലാത്തിനോടുമുള്ള അനുകമ്പയെ സൂചിപ്പിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ചാപ്റ്റേഴ്സ് ആൻഡ് ശ്ലോകാസ് കൺസിസ്റ്റ് ഇൻ ധർമ്മപാദ? ധർമ്മപദത്തിൽ എത്ര അധ്യായങ്ങളും ശ്ലോകങ്ങളും ഉണ്ട്? ധർമ്മപദത്തിൽ 26 അധ്യായങ്ങളും 423 ശ്ലോകങ്ങളും ആണുള്ളത്. അടുത്ത 18ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എക്കോസഫി. എക്കോസഫി വിശദീകരിക്കുക. ആൻസർ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള ദർശനമാണിത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ അവകാശമുണ്ടെന്നും പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കണമെന്നും ഇത് പഠിപ്പിക്കുന്നു. അടുത്ത 19ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബുദ്ധാസ് വ്യൂസ് ഓൺ അൺകൺട്രോൾഡ് ഇന്നർ ഡ്രൈവ്സ്. നിയന്ത്രണമില്ലാത്ത ഉൾപ്രേരങ്ങളെക്കുറിച്ചുള്ള ബുദ്ധൻ്റെ കാഴ്ചപ്പാട് വിശദീകരിക്കുക. ആൻസർ, മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളും വികാരങ്ങളുമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് ബുദ്ധൻ വിശ്വസിച്ചു. ഇവയെ നിയന്ത്രിക്കാത്ത പക്ഷം മനുഷ്യൻ ജനന മരണ ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു. അടുത്ത 20ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റഹ്മ ഇൻ ഖുർആൻ. ഖുർആനിലെ റഹ്മ എന്ന സങ്കല്പം വിശദീകരിക്കുക. ആൻസർ, റഹ്മ എന്നാൽ കാരുണ്യം എന്നാണ് അർത്ഥം. അള്ളാഹു അഥവാ ദൈവം അത്യന്തം കരുണാലുവാണെന്നും മനുഷ്യർ പരസ്പരം കാരുണ്യത്തോടും ദയോടും കൂടി പെരുമാറണമെന്നും ഖുർആൻ റഹ്മ എന്നതിലൂടെ പഠിപ്പിക്കുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ, elucidates the metaphorical explanation of compassion by ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പയെക്കുറിച്ചുള്ള രൂപാത്മകമായ വിവരണം വ്യക്തമാക്കുക. ആൻസർ, ശ്രീനാരായണ ഗുരു തൻ്റെ അനുകമ്പാദശകം എന്ന കൃതിയിൽ കാരുണ്യത്തെ ദൈവമായി തന്നെ കാണുന്നു. മറ്റുള്ളവൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കണ്ട് അതിൽ അലിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്ന് ശ്രീനാരായണ ഗുരു വിശദീകരിക്കുന്നു. 22ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ആൻ അഷ്ടാംഗമാർഗത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആൻസർ, ബുദ്ധമതപ്രകാരം ദുഃഖനിവാരണത്തിനായുള്ള 8 മാർഗങ്ങളെയാണ് അഷ്ടാംഗമാർഗം എന്ന് വിളിക്കുന്നത്. ശരിയായ ദർശനം, ശരിയായ ലക്ഷ്യം, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതമാർഗം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ ഏകാഗ്രത എന്നിവയാണ് അത്. അടുത്ത 23ാമത്തെ ചോദ്യം, ഡിഫൈൻ ലോജിക്. തർക്കശാസ്ത്രം നിർവചിക്കുക. ആൻസർ, കൃത്യമായ ചിന്താരീതികളെയും യുക്തിസഹമായ നിഗമനങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ലോജിക്. തെറ്റായ വാദങ്ങളിൽ നിന്ന് ശരിയായവയെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. 24ാമത്തെ ചോദ്യം, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻറ്റ് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കുക. ആൻസർ, ഒരു നിഗമനത്തിൽ അതായത് കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ നിരത്തുന്ന ന്യായങ്ങളെയാണ്, പ്രിമിസൈസിനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇതെന്തായിരിക്കണം? യുക്തിസഹമായിരിക്കണം. അടുത്ത 25ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്? ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നാൽ എന്താണ്? കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ, പൊതുവായ ഒരു തത്വത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന രീതിയാണ്. ഉദാഹരണത്തിന്,
എല്ലാ മനുഷ്യരും മരിക്കും. രാഹുൽ ഒരു മനുഷ്യനാണ്, അതിനാൽ രാഹുൽ മരിക്കും. 26ാമത്തെ ചോദ്യം, ഡിഫൈൻ കാറ്റഗോറിക്കൽ പ്രിപ്പോസിഷൻ. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നിർവചിക്കുക. ആൻസർ, യാതൊരു നിർബന്ധങ്ങളുമില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്ന വാക്യത്തിനാണ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, എല്ലാ പൂക്കളും മനോഹരമാണ്. അടുത്ത 27ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രിപ്പോസിഷൻ. പ്രൊപ്പോസിഷൻ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആൻസർ, ഒരു വാക്യം എത്രത്തോളം ആളുകളെയും വസ്തുക്കളെയോ ഉദ്ദേശിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. ഇത് യൂണിവേഴ്സൽ, എല്ലാവരെയും, അല്ലെങ്കിൽ പർട്ടിക്കുലർ, ചിലരെ മാത്രം എന്നിങ്ങനെയാകാം. അടുത്ത 28ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ അബ്ഡക്റ്റീവ് റീസണിങ്. അബ്ഡക്റ്റീവ് റീസണിങ് വിശദീകരിക്കുക. ആൻസർ, ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ സാധ്യതയുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് അബ്ഡക്റ്റീവ് റീസണിങ്. ഇതിനെ ഏറ്റവും നല്ല വിശദീകരണം എന്നും വിളിക്കുന്നു. 29ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഇമോറ്റീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ്. വൈകാരികമായ നിഷ്പക്ഷമായ ഭാഷയെക്കുറിച്ച് വിശദീകരിക്കുക. ആൻസർ, വികാരങ്ങൾ കലർത്താതെ വസ്തുതകൾ മാത്രം അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണിത്. സയൻസ് റിപ്പോർട്ടുകളിലും നിയമപരമായ രേഖകളിലും ഇത് ഉപയോഗിക്കുന്നു. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ. സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ വിവരിക്കുക. ആൻസർ, ഒരു പുതിയ വാക്കിന് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു വാക്കിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൽകുന്ന പുതിയ അർത്ഥത്തെയാണ് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസർ കീ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.